പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബേബി സ്കേർട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന തുണി ഇതുപോലെ രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട് വിഡ്ത്ത് വൈസ്. അപ്പോൾ മടക്കി കഴിയുമ്പോൾ 26 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 14.5 ഇഞ്ചുമാണ്. അപ്പോൾ ഇതൊരു 2-3 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന സ്കേർട്ടാണ് ഞാൻ ചെയ്യുന്നത്. സ്കേർട്ടിന് ലെങ്ത്ത് വേണ്ടത് 12 ഇഞ്ചാണ്. 2.5 ഇഞ്ച് സീം അലവൻസ് ആണ്, താഴെ മടക്കി അടിക്കാനും അതുപോലെ മുകളിൽ എലാസ്റ്റിക് വെക്കാനും വേണ്ടിയിട്ട്. ഈ ക്ലോത്തിൻ്റെ താഴത്തെ ഭാഗം നമുക്കിതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ രണ്ടായി മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഈ തുണി നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഒരു 1/4 ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ മടക്കി മുകളിലത്തെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 16 ഇഞ്ച് ലെങ്ത്തുള്ള എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. സ്കേർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 20 ഇഞ്ചാണ്. അതിനേക്കാൾ ഒരു 4 ഇഞ്ച് കുറച്ചിട്ടാണ് നമുക്ക് എലാസ്റ്റിക് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതുപോലെ 16 ഇഞ്ച് ലെങ്ത്തുള്ള എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ എലാസ്റ്റിക് ഇടാനുള്ള കേസ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഈ എലാസ്റ്റിക്കിൻ്റെ വീതി വരുന്നത് 1/2 ഇഞ്ചാണ്. അപ്പോൾ എലാസ്റ്റിക് കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മുകളിൽ നിന്ന് താഴത്തോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങ് എൻഡ് വരെ നമ്മളിതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചെടുക്കാം. സാധാരണ 1/2 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കിന് നമ്മൾ 1/2 ഇഞ്ചും 1-2 പോയിൻറ്റും വീതിയുള്ള കേസ് ഉണ്ടാക്കിയാൽ മതി. ഞാനിവിടെ ചെറിയൊരു വ്യത്യാസത്തിലാണ് എലാസ്റ്റിക് കേസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 1 ഇഞ്ച് വിഡ്ത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 1 ഇഞ്ച് അങ്ങ് എൻഡ് വരെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ലൈൻ വരച്ചെടുക്കുന്നുണ്ട് ആദ്യം. ലൈൻ വരച്ചതിന് ശേഷം നമ്മളിതാ ആ ലൈനിലേക്ക് കൂടി ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഈ എൻഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ തുണിയുടെ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങ് എൻഡ് വരെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ചെറിയ വ്യത്യാസത്തിൽ എലാസ്റ്റിക് കേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ലൈനിൻ്റെ മേലെ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എലാസ്റ്റിക് ഇട്ട് അവിടെ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള ചുരുക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ 1/2 ഇഞ്ചുള്ള എലാസ്റ്റിക്കിനാണെങ്കിൽ ഒരു 3/4 ഇഞ്ചുള്ള എലാസ്റ്റിക് കേസ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ആ മാർക്ക് ചെയ്ത് അതിൽ കൂടിയും കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ടൂൾ വെച്ചിട്ടാണ് എലാസ്റ്റിക് അതിനകത്തേക്ക് കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഇതില്ലെങ്കിൽ നിങ്ങൾ സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് എലാസ്റ്റിക് ഇതുപോലെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. നമ്മളെടുത്ത എലാസ്റ്റിക് ഞാൻ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ എലാസ്റ്റിക് ഉള്ളിലോട്ട് പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അത് വീണ്ടും ഉള്ളിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ആ അറ്റത്തൊരു സേഫ്റ്റി പിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ബാക്കി ഭാഗം നമുക്കിതുപോലെ ഉള്ളിലോട്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതാ ഫുള്ള് എലാസ്റ്റിക് ഇതിനകത്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡിലും ചുരുക്കമൊക്കെ ശരിയാക്കിയതിന് ശേഷം ഈ 2 സൈഡിലും ഓരോ സ്റ്റിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എലാസ്റ്റിക് അവിടെ നിന്ന് നീങ്ങിപ്പോവാതെ അവിടെ തന്നെ ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് ആദ്യം. ഇനി നമുക്കിതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഈ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ആ സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അതിൻ്റെ അറ്റത്ത് ഞാൻ 6 സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ സ്കേർട്ട് റെഡിയായി. നമുക്കിതൊന്ന് തിരിച്ചിടാം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ സ്കേർട്ടിൽ ഒരു ചെറിയ ബോവും കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി 5 ഇഞ്ച് വിഡ്ത്തും 4 ഇഞ്ച് ലെങ്ത്തും ഉള്ളൊരു ക്ലോത്ത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് നടുക്കെ ഒന്ന് മടക്കിയിട്ട് ഈ സൈഡിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം.
തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ആ സ്റ്റിച്ച് വരുന്ന ഭാഗം ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്നും കൂടി ഇതുപോലെ ഒന്ന് മടക്കുന്നുണ്ട്. എന്നിട്ട് ആ മടക്കിയ ഭാഗത്തും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ആ സ്റ്റിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. പിന്നെ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ സൂചി നൂലും വെച്ചിട്ട് നമുക്കൊരു ബോയിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ ബോ ഞാൻ സ്കേർട്ടിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഞാനൊരു ബട്ടൺസും കൂടി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.